സംസ്കരിക്കുന്നത് 6 കുഴികളിൽ. കാരണം ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ ശരീരഭാഗവും ഓരോ വ്യക്തിയാണ് എന്ന കൃത്യമായ ബോധ്യമുള്ളതിനാൽ 6 കുഴികളിലായി തന്നെയാണ് ഇന്നും സംസ്കാരം പൂർത്തിയാക്കുന്നത്. 2 ശരീരഭാഗങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ശരീരഭാഗങ്ങൾ ഇപ്പോൾ കുഴിയിലേക്ക് വയ്ക്കുന്നതാണ് കാണുന്നത്. ദയനീയമായ കാഴ്ച. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും കാണേണ്ടി വരരുത് എന്ന് കേരളം വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ ഈ 6 ശരീരഭാഗങ്ങളും ഒരേ സമയം സംസ്കരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഘട്ടം ഘട്ടമായാണ് സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കിയിരുന്നതെങ്കിൽ ഇത്തവണ അത് ഒരേ സമയം ഈ മുഴുവൻ ശരീരഭാഗങ്ങളും സംസ്കരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രദേശത്തിന് തൊട്ട് സമീപത്ത് ഈ പുത്തുമലയുടെ ദുരന്തം ബാക്കിവെച്ച ഈ ഭൂമിയിൽ ഇതിന് തൊട്ട് സമീപത്തിനെല്ലാം നേതൃത്വം നൽകിയിരുന്നവർ ഈ സമീപവാസികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഇവിടെ ഈ ഭൂമിയിൽ ഇന്ന് ഭൂമി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് മുണ്ടക്കൈ മേഖലയിലുള്ളവരാണ്. കാരണം അവർക്ക് അവിടെ നിന്ന് അറിയാമായിരുന്നു. അവിടെ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീഴുമ്പോൾ ആദ്യം ഈ പുത്തുമലയിലെ ആളുകളോട് മാറാൻ പറഞ്ഞത് ഈ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആളുകളായിരുന്നു. ആ ആളുകളാണ് ഇപ്പോൾ കാണാമറയത്ത് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇവരെ വിളിച്ചു പറഞ്ഞ മാറണം, രക്ഷിതരായി മാറുന്നേ എന്ന് വിളിച്ചു പറഞ്ഞവർ ചിലപ്പോൾ ഈ കൂട്ടത്തിലുണ്ടാകാം. അത്തരത്തിലുള്ള ആളുകൾ ഈ മണ്ണിനടിയിൽ ഇപ്പോൾ ഉറങ്ങുകയാവാം. അത്തരത്തിൽ വികാരപരമായ അത്രയേറെ കാഴ്ച അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ സംസ്കാര ചടങ്ങുകൾ 4 മണിയോടെ ആരംഭിക്കുകയും 6 മണിയോടെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നേരത്തെ 2 മൃതദേഹങ്ങൾ കൂടി എന്നുണ്ടായിരുന്നു. പക്ഷേ ചില സംശയങ്ങൾ വരികയും അവകാശികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന ചില സൂചനകൾ വന്നതോടെയാണ് അത് ഇപ്പോൾ സംസ്കരിക്കേണ്ടതില്ല, അടുത്ത ദിവസത്തേക്ക് അത് മാറ്റാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്ന് അതിന്റെ ഭാഗമായി 6 ശരീരഭാഗങ്ങൾ മാത്രം DNA-ക്ക് ആവശ്യമായ സാമ്പിളുകൾ അത് മാറ്റുന്നു. ആശുപത്രിയിലേക്ക് മാറ്റിയ ഈ ശരീരഭാഗത്തു നിന്നും DNA സാമ്പിളുകൾ സ്വീകരിക്കുന്നു. അതിനുശേഷം ഈ ശരീരഭാഗങ്ങൾ ഇവിടെ സംസ്കരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ 6 പേർ കൂടി മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉൾപ്പെടെ ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിലുണ്ടായിരുന്ന 6 പേർ കൂടി ആ നാടിനോട് വിട പറഞ്ഞ് തൊട്ടടുത്ത നാടായ പുത്തുമലയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആരാണ് എന്നത് ഇപ്പോഴും അവ്യക്തം. ഇവർക്കും ഒരു പേരുണ്ടായിരുന്നു. ഇവരും നാടിന്റെ പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരാരെന്നും എന്തെന്നും അറിയാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ നമ്പർ മാത്രമായി അവർ ഈ പുത്തുമലയുടെ ഭാഗമായി മാറുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരും ഈ പുത്തുമലയെ സ്നേഹിച്ചവരാണ്. അവിടെയുള്ള ആളുകൾക്കൊപ്പം എന്നും നിലയുറപ്പിച്ചവരാണ്. ഇവരെല്ലാം പുത്തുമലയിൽ ഇന്ന് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഈ പുത്തുമലയെ ഉള്ള ആളുകൾക്ക് നിലയുറപ്പിച്ചവരാണ്. ഇവരെല്ലാം പുത്തുമലയിൽ ഇന്ന് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഈ മേഖലയിലേക്ക് ഓടിയെത്തുകയും അവിടെയുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുകയും ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് കൃത്യമായി നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. അവരാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വൈകാരികമായ ഒരു വിടവാങ്ങലിനാണ് നാം ഏവരും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ചൂരന്മല മുണ്ടക്കൈ ദുരന്തത്തിൽ മരണപ്പെട്ട തിരിച്ചറിയാത്ത
6 ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ പുത്തുമലയിലെ ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ഭൂമിയിൽ സംസ്കരിക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ദുരന്ത പശ്ചാത്തലത്തിൽ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ മാർഗനിർദ്ദേശം പ്രകാരമാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടിയാണ് നാടവർക്ക് യാത്രാമൊഴി നൽകുക. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സജീവമായി സന്നദ്ധ പ്രവർത്തകർ ഇന്നും രംഗത്തുണ്ട്. ഓരോ ശരീരഭാഗങ്ങളെയും ഓരോ മൃതശരീരങ്ങളായി പരിഗണിച്ചാണ് അടക്കം ചെയ്യുന്നത്.